കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇത്രയും പേർക്ക് കടന്നു വന്ന് ദൈവവചനം പഠിക്കുവാനായിട്ട് കർത്താവ് ഒരുക്കി തരുന്ന അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏകദേശം കഴിഞ്ഞ 2 വർഷങ്ങളായി നമ്മുടെ സഭയിൽ നാം ഇങ്ങനെ ദൈവവചനം പഠിച്ചു വരികയാണല്ലോ. ഇതിനകം ധാരാളം വേദഭാഗങ്ങളെപ്പറ്റി ചിന്തിപ്പാൻ നമുക്ക് അവസരം ലഭിച്ചു. കഴിഞ്ഞ ഏതാനും ചില മാസങ്ങളായിട്ട് നമുക്ക് യൂദായുടെ ലേഖനവും അതുപോലെ യാക്കോബിൻ്റെ ലേഖനവും പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. അത് നമുക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഇനിയും ഞാൻ ആഗ്രഹിക്കുന്നത് പുതിയ നിയമത്തിലെ ചെറിയ ചെറിയ ലേഖനങ്ങൾ ആദ്യമായി തീർക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് രാത്രിയിലെ പഠനത്തിനായിട്ട് നമുക്ക് 2 യോഹന്നാൻ പഠന വിധേയമാക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2 യോഹന്നാൻ്റെ ലേഖനം. ഈ പുസ്തകത്തിൽ വലിയ ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ഇല്ല. എന്നാൽ ഈ പുസ്തകം ഒന്ന് വാക്യപ്രതിവാക്യമായി പഠിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2 യോഹന്നാൻ്റെ ലേഖനം ഇതിൻ്റെ എഴുത്തുകാരനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ യേശു അധികമായി സ്നേഹിച്ച തൻ്റെ ശിഷ്യനായിരിക്കുന്ന യോഹന്നാനാണ് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എന്നാണ് എല്ലാ എഴുത്തുകാരും ഒരുപോലെ സമർത്ഥിക്കുന്നത്. അദ്ദേഹം ഒരു പാലസ്തീൻകാരനായ യഹൂദനായിരുന്നു. സബദി ശലോമി എന്നീ ദമ്പതികളുടെ മകനായിരുന്നു യോഹന്നാൻ എന്നാണ് നമുക്ക് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1, 2, 3 ലേഖനങ്ങൾ, വെളിപ്പാട് പുസ്തകം, ഇതെല്ലാം തന്നെ യോഹന്നാനാണ് എഴുതിയെന്നാണ് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 1, 2, 3 യോഹന്നാൻ, ഈ 3 ലേഖനങ്ങൾ യോഹന്നാന് വ്യക്തിപരമായി എഴുതിയ കത്തുകളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പുതിയ നിയമത്തിലെ ഏറ്റവും ചെറിയ ലേഖനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് 2 യോഹന്നാനും 3 യോഹന്നാൻ. 2 യോഹന്നാൻ്റെ ലേഖനത്തിൽ ഏകദേശം 13 വാക്യങ്ങളുണ്ട്. 3 യോഹന്നാനിൽ 15 വാക്യങ്ങളുണ്ട്. ഇതിൻ്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, പേരെടുത്ത് പറയാതെ എൽഡർ അഥവാ മൂപ്പൻ എന്ന് മാത്രം പറഞ്ഞാണ് യോഹന്നാൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഗ്രീക്ക് ഭാഷ പഠിക്കുമ്പോൾ പ്രിസ്പിറ്ററോസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് മൂപ്പന് അഥവാ എൽഡറിന് ഉപയോഗിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ മൂപ്പൻ എന്ന് പറയുന്ന, എൽഡർ എന്ന് പറയുന്ന പദം പഴയമത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. പഴയമത്തിൽ പല ഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ലേവ്യ പുസ്തകം 4:15, സംഖ്യാപുസ്തകം 11:25, ആവർത്തന പുസ്തകം 25:7, 8 ഭാഗങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ മുപ്പന്മാർ എന്നുപയോഗിച്ചിട്ടുണ്ട്. ആ മുപ്പന്മാർ ഒരിക്കലും ദേവാലയ സംബന്ധമായിട്ടുള്ള മുപ്പന്മാരല്ല, പട്ടണത്തിലെ മുപ്പന്മാർ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പ്രിസ്പിറ്ററോസ്, എൽഡർ എന്ന് പറയുന്ന ഈ വാക്ക് പുതിയ നിയമത്തിൽ 2 നിലകളിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എൽഡർ എന്ന് പറയുന്ന പദം പുതിയ നിയമത്തിൽ 2 നിലകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രായം കൊണ്ട് മൂപ്പൻ, പ്രായാധിക്യം കൊണ്ട് മൂപ്പനായിരിക്കുന്ന വ്യക്തി അഥവാ പ്രായം ചെന്നയാൾ, അല്ലെങ്കിൽ ഒരു സീനിയർ സിറ്റിസൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും പലയിടങ്ങളായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2:17 വായിക്കുന്നുണ്ട്, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അവിടെ എൽഡേഴ്സ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രായം ചെന്നവർ സ്വപ്നങ്ങൾ കാണും. 1 തീമോഥെയോസ് 5:1 മൂത്തവനെ ഫൽസിക്കാതെ അപ്പനെ പോലെ കാണണം എന്ന് പറയും. അവിടെ എൽഡർ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1:18 നാം വായിക്കുന്നത്, ഞാൻ വൃദ്ധനും
എൻ്റെ ഭാര്യ വയസ്സ് എന്നവളും അല്ലോ. അവിടെയും മൂപ്പൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. ഫിലോമോന്റെ ലേഖനം 9-ാം വാക്യത്തിൽ പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തുവിൽ യേശുവിൻ്റെ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാനെന്ന് പൗലോസ് പറയും. ഇപ്പം ഈ പറഞ്ഞ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ മൂപ്പൻ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അത് പ്രായം കൊണ്ട് മൂപ്പനായിരിക്കുന്നവർ, അഥവാ സീനിയർ സിറ്റിസൺ എന്ന് വേണമെങ്കിൽ പറയാം എന്നാണ് ആ ഭാഗത്തിലുള്ള കാണുന്നത്. രണ്ടാമത്തെ പ്രത്യേകത പദവി കൊണ്ട് മൂപ്പന്മാരായിരിക്കുന്നവർ, അഥവാ സഭയുടെ നേതൃസ്ഥാനത്തിൽ ലീഡർഷിപ്പ് മൂപ്പന്മാരെ പറ്റിയാണ് ചില ഭാഗങ്ങൾ കാണാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 11:30, 14:23, 15:2, 4, 6, അപ്പോസ്തല പ്രവൃത്തി 16:4, 20:7, 21:18, 1 തിമോഥെയോസ് 5:17, തീത്തോസ് 1:5, യാക്കോബ് 5:14, 1 പത്രോസ് 5:1-5. ഈ ഭാഗങ്ങളിലെല്ലാം എൽഡേഴ്സ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു, മൂപ്പന്മാർ എന്ന് ഉപയോഗിച്ചിരിക്കുകയാണ്. അത് സഭയുടെ നേതൃസ്ഥാനം വഹിക്കുന്ന മൂപ്പന്മാരെന്നാണ് ഈ ഭാഗങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എൽഡേഴ്സ് പറയുമ്പോൾ 2 നിലകളിലാണ് തിരുവഴുത്തിൽ പുതിയ നിയമത്തിൽ കാണാൻ കഴിയുന്നത്. ഒന്ന് പ്രായം കൊണ്ട് മൂപ്പനായിരിക്കുന്നവർ, 2 പദവി കൊണ്ട് മൂപ്പന്മാരായിരിക്കുന്നവർ. യോഹന്നാൻ ഇവിടെ സ്വയം പരിചയപ്പെടുത്തുന്നത് ഞാൻ മൂപ്പനായിരിക്കുന്ന ഞാൻ എന്നാണ് യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് യോഹന്നാൻ അപ്പോസ്തലനുമായിരുന്നു, അതുപോലെ തന്നെ സഭയുടെ മൂപ്പനുമായിരുന്നു. എല്ലാ ശിഷ്യന്മാരിലും വെച്ച് സമുന്നതനായിരിക്കുന്ന വ്യക്തിയായിരുന്നു യോഹന്നാൻ എന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ യോഹന്നാൻ വളരെ പ്രായം ചെന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എഴുതുമ്പോൾ ജീവനോടെ ഇരിക്കുന്ന ഏക അപ്പോസ്തലനാണ് ഈ യോഹന്നാൻ എന്ന് പറയുന്നത്. കൂടാതെ 12 അപ്പോസ്തലന്മാരിൽ വെച്ച് പ്രധാനിയായിരിക്കുന്ന വ്യക്തിയായിരുന്നു യോഹന്നാൻ എന്ന് പറയുന്നു. അതുമാത്രമല്ല, ക്രിസ്തു ഏറ്റവും ഇഷ്ടപ്പെട്ടായിരിക്കുന്ന ശിഷ്യനും കൂടിയായിരുന്നു യോഹന്നാൻ. ചുരുക്കി പറഞ്ഞാൽ അപ്പോസ്തോലിക പാരമ്പര്യത്തിൻ്റെ ദീപശിഖ ഏന്തിയ അപ്പോസ്തലനായിരുന്നു യോഹന്നാൻ. ഏറ്റവും പ്രധാനിയും കർത്താവ് ഏറ്റവും ഇഷ്ടപ്പെട്ടവനുമായിരുന്ന വ്യക്തിയായിരുന്നു യോഹന്നാൻ. അപ്പോൾ യോഹന്നാൻ പ്രായം കൊണ്ടും മൂപ്പനായിരുന്നു, സ്ഥാനം കൊണ്ടും മൂപ്പനായിരുന്നു. അതുകൊണ്ട് യോഹന്നാൻ പറയാണ്, ഇവിടെ വായിക്കുന്നത്, നമ്മിൽ വസിക്കുന്നതും നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യനിമിത്തം ഞാൻ മാത്രമല്ല, സത്യത്തെ അറിഞ്ഞിരിക്കുന്നവരെ എല്ലാവരും സത്യത്തിൽ സ്നേഹിക്കുന്ന മാന്യ നായികയാർക്കും മക്കൾക്കും മൂപ്പനായ ഞാൻ എഴുതുന്നത് എന്ന് അദ്ദേഹം തന്നെത്താൻ പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ആർക്കാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇവിടെ കാണുന്നത് എഴുതിയിരിക്കുന്ന ആർക്കാണ്? മാന്യ നായികയാർക്കും മക്കൾക്കും എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആരാണ് മാന്യ നായികയാർ എന്ന് പറയുന്നത്? ആ ഭാഷ ഒന്ന് മനസ്സിലാക്കുക നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷിൽ അതിനെ ചോസൺ ലേഡി എന്നാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ മലയാള പരിഭാഷയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വനിത എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാന്യമഹതി, അത് നല്ല പരിഭാഷയാണ്. ഇപ്പൊ ചോസൺ ലേഡി, തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മാന്യമഹിത, വനിത. അച്ഛൻ്റെ എങ്ങനെ? മഹതി. ഓക്കെ, ഇതൊക്കെ നല്ല പരിഭാഷകളാണ്. ഈ മാന്യ നായികയാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. ഇതാണ് എൻ്റെ അർത്ഥം. ചോസൺ ലേഡി, തിരഞ്ഞെടുക്കപ്പെട്ടായിരിക്കുന്ന വനിത, മാന്യ വനിത എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അതെ, ഞങ്ങളിലോട്ട് കടന്നു വരിക. എന്നാൽ ഇവിടെ ഈ വനിതയുടെ പേര് പറയുന്നില്ല, അവളുടെ ഭർത്താവിൻ്റെ പേര് പറയുന്നില്ല, മക്കളുടെ പേര് പറയുന്നില്ല. ഈ വനിതയും മക്കളും, തിരഞ്ഞെടുക്കപ്പെട്ട വനിതയും മക്കളും എന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഗ്രീക്കിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്നത്, തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വനിത എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എക്ലേറ്റെ കുറിയ എന്നറിയിക്കുന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എക്ലേറ്റെ കുറിയ.
എക്ലേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇലക്ട് അഥവാ ചോസൻ, തിരഞ്ഞെടുക്കപ്പെട്ട എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്നാൽ കുറിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ലിറ്റിൽ റെസ്പെക്ട് ഫോർ എ വുമൺ, ഒരു സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന ബഹുമാനപരമായിരിക്കുന്ന പദമാണ് കുറിയ എന്ന് പറയുന്നത്. അത് സ്ത്രീകളെ വിളിക്കുന്ന പേരാണ് കുറിയ, അതായത് ബഹുമതിയായിരിക്കുന്ന സ്ത്രീ, ബഹുമാനപ്പെട്ടായിരിക്കുന്ന സ്ത്രീ, വനിത എന്നാണ്. അപ്പോൾ തന്നെ കുരിയോസ് എന്ന പദം ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. കുരിയോസ്, അതിന് ലോർഡ് എന്നും സാർ എന്നും മാസ്റ്റർ എന്നുമാണ് കുരിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. അത് മാസ്കുലിനാണ്, അത് പുല്ലിംഗ രൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കുരിയോസ്. കുരിയ എന്ന് പറയുന്നത് വുമൺ ലീഡർ, തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വനിത അല്ലെങ്കിൽ സ്ത്രീ രത്നം എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എക്ലീറ്റ കുരിയ എന്ന് പറയുന്ന പദമാണ്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ബഹുമാനം അർഹിക്കുന്ന വനിത എന്നാണ് യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന പദം. ഇവിടെ പറയുന്ന ഈ വനിതയെപ്പറ്റി നമുക്ക് വേറൊരു ഭാഗത്തു നിന്നും ഒരു സൂചന കിട്ടുന്നില്ല. ആരാണ് നമുക്ക് അറിയത്തില്ല. എന്നാൽ ഈ വനിതയെപ്പറ്റി ആരാണെന്ന് വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങളാണ് എഴുത്തുകാരുടെ ഇടയിലുള്ളത്. ഒന്നാമതായിട്ട് എഴുത്തുകാർ പറയുന്നത് എക്ലീറ്റ എന്ന പേരോടുകൂടിയ ഒരു യഥാർത്ഥ വനിതയായിരുന്നു ഈ സ്ത്രീ എന്നാണ് പറയുന്നത്. അവരുടെ പേര് എക്ലീറ്റ എന്നായിരിക്കാം എന്നാണ് പറയുന്നത്. യോഹന്നാൻ ഇവരുടെ ഭർത്താവിൻ്റെ പേര് പറയുന്നില്ല. അതുകൊണ്ട് എഴുത്തുകാർ പറയുന്നത് ഒരുപക്ഷെ യോഹന്നാന് നേരിട്ട് പരിചയമുള്ള വിധവയും ഭക്തയും മക്കളോടുകൂടി താമസിച്ചു വരുന്നതായിരിക്കുന്ന ഒരു സ്ത്രീയാകാം എന്നാണ് ഒരു അഭിപ്രായം. സമൂഹത്തിലും സഭയിലും നല്ല സാക്ഷ്യം പ്രാപിച്ച ആദരണീയമായിട്ടുള്ള സ്നേഹവും വാത്സല്യവും അർഹിക്കുന്ന ഒരു സഹോദരിയായിരുന്നു എന്നാണ് ഒരു പറ്റം ആൾക്കാർ വിശ്വസിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൽ സഹോദരിയായിരിക്കുന്ന ഒരു വനിതയ്ക്ക്, ബഹുമാനം അറിയിക്കുന്ന വനിതയ്ക്ക് യോഹന്നാൻ എഴുതിയെന്നാണ് ഒരു അഭിപ്രായം പറയുന്നത്. ആ അഭിപ്രായത്തോട് ഈ 13-ാം വാക്യം വളരെ സാമ്യമുള്ള വാക്യമാണ്. 13-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ അവസാന വാക്യത്തിൽ അഭിപ്രായമാണ് അവിടുത്തെ മാന്യ സഹോദരിയുടെ മക്കൾ വന്ദനം ചൊല്ലുന്നു എന്ന് പറയും. അപ്പോൾ ഇത് ലിറ്ററലി യഥാർത്ഥമായിരിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അവളുടെ സഹോദരിയുടെ മക്കൾ വന്ദനം ചൊല്ലുന്നു എന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥമായിട്ടുള്ള ഒരു സ്ത്രീ തന്നെ ആയിരുന്നു എന്നാണ് വായിക്കുന്നത്. അവളുടെ പേര് എക്ലീറ്റ എന്നായിരിക്കാം എന്നാണ് പറയുന്നത്. രണ്ടാമതായിട്ട് വേറെ ചിലർ പറയുന്നത് ഈ പറയുന്ന വനിത യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയ ആയിരിക്കാം എന്ന് പറയുന്നവരുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ കടന്നു ചെല്ലുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും യോഹന്നാനും ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. യേശു ആ സമയത്ത് അമ്മയോട് പറയുന്നു, ഇതാ നിൻ്റെ മകൻ എന്ന് പറയുന്നു. മകൻ എന്ന് പറയുന്നത് യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത് ഇതാ നിൻ്റെ മകൻ. അപ്പോൾ തന്നെ യേശു യോഹന്നാനോട് പറയുന്നു ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുന്നു. അത് മറിയയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം മറിയ അവനൊരു അമ്മയും മകനും തമ്മിലായിരിക്കുന്ന വലിയ അഭേദ്യമായ ബന്ധം യോഹന്നാന് മറിയയോടുണ്ടായിരുന്നു. അവർ തമ്മിലായ ബന്ധം അങ്ങനെയായിരുന്നു എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ആ ഒരു വലിയ വാത്സല്യം ഉള്ളതുകൊണ്ടായിരിക്കാം ക്രിസ്തു മറിയോട് പറഞ്ഞു ഇതാ നിൻ്റെ മകനെന്നും യോഹന്നാനോട് പറയുന്നത് നിൻ്റെ അമ്മയെന്നും. അത്ര വലിയ ബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെങ്കിൽ അത്രമാത്രം ബഹുമാനിക്കുന്നതുകൊണ്ട് സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കാം യോഹന്നാൻ യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടാതിരിക്കുന്ന വനിത എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് എഴുതിയത് ആകാമെന്ന് ചിലർ പറയുക. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പദപ്രയോഗം എക്ലേറ്റ കുറിയ എന്ന ആ ഒരു ബഹുമാനമായിരിക്കുന്ന പദം യോഹന്നാൻ ഉപയോഗിക്കാൻ ഉണ്ടായ കാരണം എന്ന് പറയുന്നു. മൂന്നാമതായിട്ട് വേറെ ആൾക്കാർ പറയുന്നത് ഈ വനിത ലാസറിൻ്റെ സഹോദരിയായ മാർത്ത ആയിരിക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്.
നാം ചിന്തിക്കുണ്ടായ ഗ്രീക്ക് ഭാഷയിൽ കുരിയോസ് എന്നും ഉപയോഗിക്കുന്നു, കുറിയ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. കുരിയോസ് എന്ന് പറയുമ്പോൾ മാസ്റ്റർ, യജമാനൻ, കർത്താവ് എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. കുരിയ എന്ന് പറയുമ്പോൾ മിസ്ട്രസ്, ലേഡി എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഈ ലാറ്റിൻ ഭാഷയിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഡോമിയ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അതിനെ മിസ്ട്രസ് എന്നും ലേഡി എന്നുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും ബഹുമാന പുരസ്കരമായിരിക്കുന്ന വാക്കാണ് ഡോമിയ എന്ന് പറയുന്ന വാക്ക്. ഇനി അറാമിക് ഭാഷയിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ മാർ ഉപയോഗിച്ചിട്ടുണ്ട്. മാർ എന്ന് പറയുന്നത് മാസ്റ്റർ, ലോർഡ് എന്നാണ്. അത് പുല്ലിംഗ രൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മാർ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അറമായിക്ക് ഭാഷയിൽ മാർത്ത എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. മാർത്ത എന്ന് പറയുമ്പോൾ മിസ്ട്രസ് എന്നും ലേഡി എന്നുമാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പം ലാസറിൻ്റെ സഹോദരി അയക്കുന്ന മാർത്തയ്ക്ക് അവളുടെ ഒറിജിനൽ പേര് മാർത്ത എന്നായിരിക്കാം. അതുകൊണ്ട് മാർത്തയ്ക്കായിരിക്കാം യോഹന്നാൻ എഴുതിയത് എന്ന് ചിലർ വാദിക്കുന്നുണ്ട്. മോർ എന്ന് പറഞ്ഞാൽ മൈ ലോഡ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അത് മെയിൽ, അതായത് പുല്ലിംഗ രൂപത്തിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. മോർ, മൈ ലോഡ്, എൻ്റെ കർത്താവ്. മാർത്ത എന്ന് പറയുമ്പോൾ മൈ ലേഡി എന്നാണ്. അതായത് എന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന സ്ത്രീ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഇനി നമുക്ക് വെസ്റ്റേൺ സിറിയക്ക് ഭാഷയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരുപയോഗിക്കുന്ന പ്രത്യേക പദമുണ്ട്, ബാരക് മോർ. ചില എപ്പിസ്കോപ്പൽ സഭകളിലൊക്കെ ബാരക് മോർ എന്ന് ഉപയോഗിക്കാറുണ്ട്. ബാരക് മോർ എന്ന വാക്കിൻ്റെ അർത്ഥം ബ്ലസ് ദ ലോർഡ്, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തുതി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ചിലർ പറയുന്നത് യോഹന്നാൻ മാർത്തയ്ക്ക് എഴുതിയായിരിക്കുന്ന പേഴ്സണൽ കത്തായിരിക്കാം ഇത് എന്ന് മൂന്നാമത്തെ ആൾക്കാർ പറയുന്നുണ്ട്. നാലാമതായിട്ട് ചില ആൾക്കാർ പറയുന്നത് യോഹന്നാൻ ഇത് സഭയ്ക്ക് എഴുതിയായിരിക്കുന്ന ഒരു കത്തായിരിക്കാം. ഒരു ആലങ്കാരികമായ ഭാഷയിൽ പേര് പറയാതെ, സ്ഥലസഭയുടെ പേര് പറയാതെ, അവിടെയുള്ള വിശ്വാസികളുടെ ആരുടെയും പേര് പറയാതെ വേറൊരു പദം ഉപയോഗിച്ചിരിക്കുകയാണ് എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. ഈ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വനിത എന്ന് പറയുന്നത് ഒരു സ്ഥലസഭയാകാനാണ് സാധ്യത എന്നാണ് മറ്റാൾക്കാർ ചിന്തിക്കുന്നത്. മക്കൾ എന്ന് പറയുന്നത് സ്ഥലസഭയിലെ വിശ്വാസികൾ ആകാനായിട്ടാണ് സാധ്യത എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ വേദപണ്ഡിതർ പറയുന്നത് ഈ കത്ത് എഴുതുമ്പോൾ സഭ പീഡനങ്ങൾ കൂടി കടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളാണ്. ഈ കത്തിൽ സഭയെന്നോ സഭയുടെ ലീഡേഴ്സിൻ്റെ പേരോ വിശ്വാസികളുടെ പേരോ വെച്ചാൽ, കത്തിനകത്ത് ചേർത്താൽ, ഒരുപക്ഷെ കത്ത് കൈമാറി വേറെ ആരുടെയെങ്കിലും കയ്യിൽ ചെന്ന് കഴിഞ്ഞാൽ സഭയ്ക്ക് കൂടുതൽ പീഡനങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ട് പേര് വെളിപ്പെടുത്താതെ യോഹന്നാൻ പേഴ്സണലായിട്ട് എഴുതുന്ന കത്തായിട്ട് ആണ് യോഹന്നാൻ എഴുതിയെന്ന് ചില ആൾക്കാർ അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പുറത്തുള്ളവർ നോക്കുമ്പോൾ, ഈ കത്ത് പുറത്തുള്ളവർ വായിച്ചു നോക്കുമ്പോൾ ഒരു ഫ്രണ്ട് വേറൊരു ഫ്രണ്ടിന് എഴുതിയായിട്ട് ചിന്തിച്ചു പോകും. അത് അകത്തുള്ളവർ ഇത് വായിച്ചു കഴിയുമ്പോൾ ഇത് ഞങ്ങൾക്കുള്ളതാണ് എന്ന് അവർക്ക് ബോധ്യമാകും. അങ്ങനെ ചിന്ത യോഹന്നാനെ പരിചയം കാണും. അതുകൊണ്ടാണ് യോഹന്നാൻ ഇങ്ങനൊരു പ്രയോഗത്തിൽ ഉപയോഗിച്ചതെന്നാണ് അവർ അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ യോഹന്നാൻ തികച്ചും ബുദ്ധിപൂർവമായിട്ട് എഴുതിയ ഒരു പ്രയോഗമായിരിക്കാം ഇതെന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വനിത എന്ന് നമുക്ക് ആരാണെന്ന് വ്യക്തമായിട്ട് പറയുവാനായിട്ട് സാധ്യമല്ല. ഈ 4 അഭിപ്രായങ്ങളാണ് എഴുത്തുകാരുടെ ഇടയിലുള്ളത്. അതുകൊണ്ട് വേറൊരിടത്തും ഇവരെപ്പറ്റി പറയാത്തതുകൊണ്ട് ആരാണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് തീർത്തും പറയുവാനായിട്ട് സാധ്യമല്ല. ഇനി ഒന്നാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ പറയുന്നത് നമ്മിൽ വസിക്കുന്നതും നമ്മോടുകൂടി എന്തൊക്കെ ഇരിക്കുന്നതുമായ സത്യം എന്ന് യോഹന്നാൻ പറയുകയാണ്. ഈ ലേഖനത്തിൽ സത്യവും സ്നേഹവും തമ്മിൽ ഇങ്ങനെ പിണഞ്ഞു കിടക്കുകയാണ്. വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന പദങ്ങളാണ് സത്യവും സ്നേഹവും എന്ന് പറയുന്നത്. സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ്, അതിൻ്റെ ആഴം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കത്ത് എഴുതുവാനായിട്ട് യോഹന്നാനെ പ്രേരിപ്പിച്ചത്. കാരണം
എന്താണ് യാഥാർത്ഥ്യം, എന്താണ് സത്യമെന്ന് യോഹന്നാൻ വ്യക്തമായി മനസ്സിലാക്കി. അതുകൊണ്ട് ആ അറിവിൽ നിന്നുകൊണ്ടാണ് യോഹന്നാന് ഈ കത്ത് എഴുതുവാനിടയായിട്ട് എന്താണ് സത്യം എന്ന് പറയുന്നത്. സത്യത്തെപ്പറ്റി ഞാൻ പഠിച്ചു വരുമ്പോൾ 3 കാര്യങ്ങൾ അഥവാ 3 വിഷയങ്ങളെ പറ്റി ചിന്തിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഒന്ന്, യേശു ക്രിസ്തുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ അവൻ സത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 14:6 വായിക്കുന്ന ഇപ്രകാരമാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. അപ്പോൾ കർത്താവ് തന്നെത്താൻ പറയുകയാണ്, ഞാൻ സത്യമാണ്. യേശു ക്രിസ്തു സത്യമാണ്. അപ്പൊ ഈ സത്യം നാം പഠിച്ചു വരുമ്പോൾ കാൽവറിയിൽ നടന്നായിരിക്കുന്ന ആ സംഭവം ആണ് സത്യത്തിൻ്റെ ആയിരിക്കുന്ന ആ വിഷയം അടങ്ങിയിരിക്കുന്നത്. അവിടെയാണ് സത്യം അടങ്ങിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ പ്രാർത്ഥന വായിക്കുന്ന 21-ാം വാക്യത്തിൽ, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന് വായിക്കുക. അപ്പോൾ ആരാധനയുടെ പ്രസക്തി, ആരാധനയിൽ നാം കടന്നു വരുമ്പോൾ അവിടെ അറിഞ്ഞിരിക്കേണ്ടായിരിക്കുന്ന വിഷയം സത്യത്തിലും ആത്മാവിലും ഉള്ളായിരിക്കുന്ന ഒരു ആരാധന. എന്താണ് സത്യം എന്ന് മനസ്സിലാക്കണമെങ്കിൽ കാൽവറിയിൽ നടന്ന ആ ചരിത്ര സംഭവങ്ങൾ മൊത്തമായിട്ട് അവലോകനം ചെയ്യുമ്പോൾ അതാണ് സത്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ആരാധനയുടെ പ്രത്യേകത, ഇതിൻ്റെ ഈ സത്യം വെളിപ്പെടുന്നത് എവിടെയാണ്? സത്യം അതിൻ്റെ രഹസ്യം വെളിപ്പെട്ട് വരുന്നതെന്ന് കാണുമ്പോൾ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു സമരിയിൽ കൂടി കടന്നു പോവുകയാണ്. അവിടെ വെച്ച് സമരിയക്കാരുമായി കണ്ടുമുട്ടുന്നു. അവിടെ വെച്ച് കർത്താവ് വെളിപ്പെടുത്തുകയാണ്, സമയം വരാൻ പോവുകയാണ്, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്ന ഇപ്പോൾ വന്നുമിരിക്കും. അപ്പോൾ അവിടെ കർത്താവ് ആ സംഭവം അവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നിങ്ങളുടെ ആരാധന ഈ മലയിലുമല്ല ആ മലയിലുമല്ല, മറിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ഒന്ന് ഒരു മൗണ്ടൻ സെൻറ്റേഡ് ആയിരുന്നു, മറ്റൊന്ന് ഹാർട്ട് സെൻറ്റേഡ്. ഇതുവരെ നടന്ന ആരാധന മൗണ്ടൻ പ്രതികരിച്ചുള്ള, പർവ്വതങ്ങളെ പ്രതികരിച്ചുള്ളായിരിക്കുന്ന ആരാധനയായിരുന്നു. ഇനിയുമുള്ളത് അങ്ങനെയല്ല. ഇനിയും ഹൃദയങ്ങൾ തമ്മിൽ ചേർന്നായിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. അതാണ് സത്യ ആരാധന എന്നാണ്. രണ്ടാമത്തെ പ്രത്യേകത, പരിശുദ്ധാത്മാവിനെ പറ്റി പഠിച്ചു വരുമ്പോൾ 1 യോഹന്നാൻ 3:6 വായിക്കുന്നത്, ആത്മാവ് സത്യമല്ലോ. യോഹന്നാൻ 14:16 സത്യത്തിൻ്റെ ആത്മാവ് എന്ന് വായിക്കുന്നു. മൂന്നാമത്തെ പ്രത്യേകത, യോഹന്നാൻ 17:17 വായിക്കുന്നുണ്ട്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു എന്ന് വായിക്കും. അപ്പോൾ സത്യം എന്തൊക്കെയാണ്? കർത്താവായ യേശു ക്രിസ്തു അവൻ സത്യമാണ്, പരിശുദ്ധാത്മാവ് സത്യമാണ്, ദൈവവചനവും സത്യമാണ്. ഇത് 3 സത്യമാണ്. അതുകൊണ്ട് യോഹന്നാൻ ഇവിടെ സ്ഥാപിക്കുന്നത് സത്യവും സ്നേഹവും നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന്, അഥവാ അനുഭവിച്ചറിയട്ടെ എന്ന് യോഹന്നാൻ പറയാം. ആ സത്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് യോഹന്നാൻ ഈ കത്ത് എഴുതുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇപ്പോൾ നാം കണ്ടെത്തിയായിരിക്കുന്ന സത്യം, നാം അറിഞ്ഞായിരിക്കുന്ന സത്യം നമ്മിൽ വസിക്കുന്നു. അത് നമുക്ക് അതിനെപ്പറ്റി നല്ല നിശ്ചയമുണ്ട്. ഒരു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് കാരണമായ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് തത്വമാണ് സത്യം അറിയുക എന്ന് പറയുന്നത്. എന്താണ് സത്യം എന്നുള്ളത് തിരിച്ചറിയുക. ഒരുവൻ സത്യം അറിയുകയും സത്യം അവനെ എന്ത് ചെയ്യുന്നു? സ്വതന്ത്രനാക്കുകയും ചെയ്യും. ഇപ്പോൾ സത്യം നാം അറിഞ്ഞപ്പോൾ ആ സത്യം മനസ്സിലാക്കിയ സത്യം നമ്മെ സ്വതന്ത്രരാക്കി തീർത്തു എന്നാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അടുത്ത വാക്യത്തിൽ കടന്നു വരുമ്പോൾ 3-ാം വാക്യത്തിൽ, പിതാവായ ദൈവത്തെങ്കിൽ നിന്നും പിതാവിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ നിന്നും സ്നേഹത്തിലും സത്യത്തിലും കൃപയും കനിവും സമാധാനവും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറയുകയാണ്. വളരെ പരിചയമുള്ള വാക്കുകളാണ് യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കൃപ, കരുണ, സമാധാനം, ഈ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. കൃപ നമുക്കെല്ലാവർക്കും അറിയാം, അർഹിക്കാത്തായിരിക്കുന്ന പ്രീതി ലഭിക്കുകയാണ് കൃപ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. കരുണ എന്ന് പറയുമ്പോൾ ഒരു പരിതാപകരമായിരിക്കുന്ന അവസ്ഥയിൽ കാണിക്കുന്ന അനുകമ്പയ്ക്കാണ് കരുണ എന്ന് പറയുന്നത്. സമാധാനം എന്ന് പറയുമ്പോൾ
രക്ഷയുടെ പൂർണ്ണതയിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ഒരു അനുഭവം. അതാണ് സമാധാനം എന്ന് പറയുന്നത്. ശത്രുത്വം മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ സമാധാനമായി. അപ്പോൾ നമുക്ക് ഈ 3 അനുഭവങ്ങൾ നമുക്ക് സ്വായത്തമൊക്കെ കഴിഞ്ഞു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള വിഷയമാണ്. സത്യവും സ്നേഹവും ജീവിതത്തിൽ നിലനിർത്തിയാൽ, നമ്മുടെ ജീവിതങ്ങളിൽ സത്യവും സ്നേഹവും നാം കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ ഈ പറഞ്ഞായിരിക്കുന്ന കൃപ, കരുണ, സമാധാനം പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും അധികമായി നമുക്ക് ലഭിക്കും എന്ന് യോഹന്നാൻ പറയുക. അതുകൊണ്ട് നിങ്ങൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അറിഞ്ഞ സത്യവും ദൈവത്തോടുള്ള സ്നേഹവും മുറുകെ പിടിക്കുന്നുവെങ്കിൽ അധികമായ കൃപയും അധികമായ കരുണയും നിറഞ്ഞ സമാധാനവും അവൻ നമുക്ക് നൽകും എന്നിവിടെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉറവിടം പിതാവായിരിക്കുന്ന ദൈവമാണ്. നമുക്ക് ലഭിച്ചത് പുത്രനായിരിക്കുന്ന യേശുക്രിസ്തു കൂടിയാണ് നമുക്ക് പ്രാപിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആത്മജീവിതത്തിൽ ഉടനീളം ആവശ്യമുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കുക എന്ന് പറയുന്നതും കരുണ ലഭിക്കുക എന്ന് പറയുന്നതും സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളത്. 4-ാമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് പിതാവിൽ നിന്നും കൽപ്പന ലഭിച്ചതുപോലെ അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് ഞാൻ കണ്ട് അത്യന്തം സന്തോഷിച്ചു. ഈ തിരഞ്ഞെടുക്കപ്പെട്ട വനിതയ്ക്ക് എഴുതുകയാണ്, അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് ഞാൻ കണ്ട് അത്യന്തം സന്തോഷിച്ചു. ഈ വാക്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് യോഹന്നാൻ എഴുതുന്ന ഈ തിരഞ്ഞെടുക്കപ്പെട്ടായിരിക്കുന്ന വനിതയുടെ മക്കൾ, അല്ലെങ്കിൽ സഭാവിശ്വാസിയുടെ മക്കൾ, 2-ലേതെങ്കിലും ആകാം, അല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ടത്തിൽപ്പെട്ടവരുടെ മക്കൾ ആരെങ്കിലും ആകാം. അവർ എന്ത് ചെയ്യുന്നു? സത്യത്തിൽ നടക്കുന്നത് കണ്ട് യോഹന്നാൻ എന്ത് ചെയ്യുന്നു? അത്യന്തം സന്തോഷിക്കും. വളരെയധികം സന്തോഷിക്കുകയാണ്. ഇവരുടെ മക്കൾ അറിഞ്ഞ സത്യത്തിൽ നടക്കുന്നു, നിലനിൽക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് യോഹന്നാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. സത്യത്തിൽ നടക്കുക എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സത്യത്താൽ നിയന്ത്രിക്കപ്പെടുക എന്നുള്ളതാണ്. സത്യം എന്നത് ബുദ്ധി കൊണ്ട് വിശ്വസിക്കുകയും ഓരോ ദിവസവും ജീവിച്ച് കാണിക്കുവാനുള്ളതാണ് സത്യം പറയുന്നത്. അറിഞ്ഞതിൽ മാത്രം നിൽക്കുകയല്ല, പ്രായോഗിക ജീവിതത്തിൽ അത് കൊണ്ടുവരാനുള്ള ഒരു അനുഭവമാണ് സത്യം എന്ന് പറയുന്നത്. സത്യത്തിൽ നടക്കാൻ പറയുന്നത് നമുക്ക് നൽകിയിരിക്കുന്ന ഓപ്ഷണൽ ഒന്നുമല്ല, അത് മാൻഡേറ്ററി ആണ്, അത് നിർബന്ധമാണ്. സത്യത്തിൽ നടക്കുക എന്നുള്ളത്. നാം താമസിക്കുന്ന വീട്ടിലും സഭയിലും ഉൾപ്പെടെ നിൽക്കുന്ന സമൂഹത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല സത്യം നടക്കുക എന്ന് പറയുന്നത്. ഏതെല്ലാം മേഖലകളിൽ നാം ആയിരിക്കുന്നോ, ജോലി സ്ഥലങ്ങളായാലും യാത്ര ചെയ്യുമ്പോഴായാലും പോകുന്നിടങ്ങളിലൊക്കെയും നാം അറിഞ്ഞതായിരിക്കുന്ന ഒരു സത്യമുണ്ട്. ആ സത്യം കുരിശിലെ സത്യമാണ്. ആ സത്യത്തെ നാം മുറുകെ പിടിച്ച് ജീവിക്കേണ്ടത് ആവശ്യമാണ്. സാഹചര്യങ്ങൾ മാറി വരുന്നതിനനുസരിച്ചുള്ള ഏത് സ്ഥലങ്ങളിൽ ചെന്ന് പാർത്താലും എവിടെയായിരുന്നാലും ഒരു സത്യം നാം മനസ്സിലാക്കി അതിനെ നാം മുറുകെ പിടിക്കണമെന്ന് യോഹന്നാൻ അവിടെ ഓർപ്പിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ യോഹന്നാൻ എഴുതുമ്പോൾ പലരുടെയും മക്കൾ തെറ്റിപ്പോകാനാണ് സാധ്യതയുണ്ടായിരുന്നു. പലരുടെയും മക്കൾ തെറ്റിപ്പോയപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടായിരിക്കുന്ന ഈ വനിതയുടെ മക്കൾ, അല്ലെങ്കിൽ ഇവരുടെ മക്കൾ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കുന്നത് കണ്ട് യോഹന്നാൻ സന്തോഷിക്കും. അനേര് തെറ്റിപ്പോയി, അനേര് പിന്മാറിപ്പോയിട്ടുണ്ടാകാം. എന്നാൽ യോഹന്നാൻ ആർക്കെഴുതുന്നുവോ അവരുടെ മക്കളെ പറ്റിയുള്ള അറിയിക്കുന്ന സന്ദേശം അദ്ദേഹത്തിന് കിട്ടിയത് അവർ അറിഞ്ഞ സത്യത്തിൽ നടക്കുന്നു എന്ന് കണ്ടപ്പോൾ യോഹന്നാൻ വളരെ സന്തോഷിക്കുകയാണ്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, 4:1 വായിക്കുന്നുണ്ട്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യവാമണ്ണം. ആരാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഈ സുവിശേഷ സത്യം മനസ്സിലാക്കിയത്? ആരിൽ കൂടിയാണ് രക്ഷ നിങ്ങൾ പ്രാപിച്ചത്? വിളിച്ചവൻ്റെ വിളിക്ക് യോഗ്യവാമണ്ണം നിങ്ങൾ നടപ്പിൻ എന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പട്ടാളത്തിലെ ചിട്ടയ്ക്കനുസരിച്ച് വേണം അവന് ജീവിക്കുക. അതുവരെ ജീവിച്ച പോലെയല്ല. എങ്ങനെയാണ് പട്ടാളം
വെച്ചിരിക്കുന്ന നിയമങ്ങൾ, ചിട്ടകൾ എന്തൊക്കെയാണോ അതിനനുസരിച്ച് ജീവിതത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആ പട്ടാളത്തിൻ്റെ പ്രത്യേകത. അതുപോലെ നമ്മെ വിളിച്ച ദൈവത്തിൻ്റെ പരമവിളിയാലാണ് നമുക്ക് അനുഭവം ലഭിച്ചത്. ആ വിളിക്ക് യോഗ്യമാവണ്ണം അറിഞ്ഞ സത്യത്തെ അനുസരിച്ച് മുമ്പോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. 5-6 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ യോഹന്നാൻ നായികയാരെ എന്ന് ഉപയോഗിച്ചിരിക്കുകയാണ്. അഥവാ വനിതയെ എന്ന് അഭിസംബോധന ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ സളസഭയായിരിക്കാം. ഈ വാക്യങ്ങളിൽ യോഹന്നാൻ 2 കാര്യങ്ങൾ ഊന്നി പറയുകയാണ്. ഇവിടെയും സത്യം, സ്നേഹം എന്ന വാക്കുകൾ ഉപയോഗിച്ചിരിക്കുകയാണ്. എന്നിട്ട് യോഹന്നാൻ പറയുകയാണ്, ഞാൻ എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങളോട് പറയുകയല്ല, പഴയ കാര്യം തന്നെ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഞാനായിട്ട് തന്നെ ഒന്നും പുതിയതായിട്ട് പറയുന്നില്ല, പഴയ കാര്യങ്ങൾ തന്നെ ഞാൻ ഓർപ്പിക്കുകയാണ്. എന്താണ് പഴയ കാര്യം യോഹന്നാൻ ഓർപ്പിക്കുന്നത്? കർത്താവ് പറഞ്ഞായിരിക്കുന്ന കാര്യം തന്നെയാണ് യോഹന്നാൻ ഓർപ്പിക്കുന്നത്. യോഹന്നാൻ 13:34-35, യോഹന്നാൻ 14:15, ആവർത്തനം 6:8 ഈ ഭാഗങ്ങളെ കടന്നു വരുമ്പോൾ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിപ്പിൻ എന്ന് യോഹന്നാൻ ഉപയോഗിക്കുകയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിപ്പിൻ. അപ്പോൾ കർത്താവിൻ്റെ വചനം നേരത്തെ തന്നെ ഓർപ്പിച്ചതുപോലെ, കർത്താവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിങ്ങളെ വേണ്ടി ഓർപ്പിക്കുക. പുതുതായിട്ടൊന്നും പറയുന്നില്ല. കർത്താവ് നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചു, ദൈവം നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചുവോ അതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം സ്നേഹിപ്പീൻ എന്ന് ഈ വിശ്വാസികളോട് യോഹന്നാൻ ഓർപ്പിക്കുകയാണ്. റോമൻ സാമ്രാജ്യത്തെപ്പറ്റി ഞാൻ പഠിച്ചു വരുമ്പോൾ റോമൻ ചക്രവർത്തിമാർ ഒരു ദയവുമില്ലാതെ വിശ്വാസികളെ പീഡിപ്പിച്ച ചരിത്രമാണുള്ളത്. റോമൻ സാമ്രാജ്യത്തിൽ ഏകദേശം 11 ചക്രവർത്തിമാർ ക്രിസ്തീയ വിശ്വാസികളെ പീഡിപ്പിക്കുകയുണ്ടായി. 11 ചക്രവർത്തിമാർ അവരെ ഉപദ്രവിക്കുകയുണ്ടായി. എന്നാൽ റോമൻ സാമ്രാജ്യം ഒരു മൃഗീയമായ സാമ്രാജ്യമായിരുന്നു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഇവരുടെ കീഴിൽ കൂടി ക്രൈസ്തവ സഭ കൊടും പീഡനത്തിൽ കൂടി പോയ ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് 4 കാര്യങ്ങൾ സഭയിൽ നടന്നു വന്ന 4 പ്രത്യേകതകൾ സംശയ വീക്ഷണത്തോടെ അവർ കണ്ടു. ഒന്ന്, കർത്തൃമേശ. അവർ പ്രചരിപ്പിച്ചത് ഈ ക്രൈസ്തവ വിശ്വാസികൾ കർത്തൃമേശ ആചരിക്കുന്നു, കൊച്ചു കുഞ്ഞുങ്ങളെ കൊന്നിട്ട് അവരുടെ മാംസവും രക്തവും എടുത്തിട്ട് സഭയിൽ അവർ തിന്നുന്നു എന്ന് അവർ പഠിപ്പിച്ചു. ഇത് വലിയ പീഡനത്തിന് കാരണമായിത്തീർന്നു. അത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. വിശുദ്ധ ചുംബനം അത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. അവരുടെ ഇടയിൽ അധാർമ്മ്യത്വം നടക്കുന്നു എന്ന് പ്രചരിപ്പിച്ച് ആ നിലയിൽ സഭാ പീഡനത്തിൽ കൂടി കടന്നുപോയി. കൂടാതെ കൂട്ടായ്മകൾ തമ്മിൽ ഉണ്ടായിരുന്നു. അത് മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ കൂടി വരുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. അത് മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിനെ അവർ ദുർവ്യാഖ്യാനം ചെയ്തു. അവർ പറഞ്ഞത് ഒരു പുതിയ റവല്യൂഷൻ, പുതിയ വിപ്ലവം അവർ പ്രചരിപ്പിക്കുന്നു. അഥവാ ഇതുവരെ ആയിരിക്കുന്ന നേതാക്കന്മാരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് വേറെ ഒരു നേതാവ് വരുന്നു എന്ന് പറഞ്ഞ് പുതിയ വിപ്ലവം ലോകത്തിൽ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉപദ്രവിച്ചു. 4 നിലകളിൽ, ഈ 4 കാരണങ്ങളാൽ ക്രൈസ്തവ സഭ 11 ഭരണാധിപന്മാരുടെ കീഴിൽ അതിദാരുണമായി പീഡിപ്പിക്കപ്പെട്ടു. എന്നിരുന്നിട്ടും ഇത്രയും പീഡനത്തിൽ കൂടി സഭ കടന്നുപോയിട്ടും ക്രൈസ്തവ സഭ ലോകത്തിന് കൈമാറിയത് സ്നേഹമായി. പകരത്തിന് പകരം സഭ ചെയ്യാനായിട്ട് പോയി. ആ റോമൻ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിരിക്കും റോമിൽ കത്തോലിക്ക് അവരുടെ സഭയുടെ ആയിരിക്കുന്ന ആസ്ഥാന സഭയുടെ ആയിത്തീർന്നു. ദൈവമക്കളെ, ക്രൈസ്തവ സഭ എവിടെയെല്ലാം ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടോ, വിശ്വാസികൾ എവിടെയെല്ലാം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം ചരിത്രം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് സഭ വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു പറ്റം കൂട്ടങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട് എന്നുള്ളത് വളരെ ഒരു നല്ല തെളിവായിട്ട് നമുക്ക് കാണാൻ കഴിയുകയാണ്. അപ്പോൾ ഈ സാമ്രാജ്യത്തിൻ്റെ തെരുവീതി കൂടെയാണ് സത്യസുവിശേഷമായിട്ട് അപ്പോസ്തലന്മാരും ആദിമസഭ പിതാക്കന്മാരും വിശ്വാസികൾ കടന്നുപോയത്. അപ്പോൾ മുറുകെ പിടിക്കേണ്ടത്, യോഹന്നാൻ ഓർപ്പിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാതിരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. അത് നിങ്ങൾ ദൈവസ്നേഹം നിങ്ങൾ
മുറുകെ പിടിക്കണം. കുരിശിലെ സ്നേഹത്തെ നീ മുറുകെ പിടിക്കണം. അതാണ് മനുഷ്യ സമൂഹത്തിന് കൈമാറുവാനായിട്ട് നമുക്കുള്ളത്. വേറെ ഒന്നും നമുക്ക് കൈമാറുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് കൈമാറുവാനുള്ളത് എന്ന് ഇവിടെ യോഹന്നാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് സമൂഹത്തിന് എന്തെങ്കിലും കൈമാറുവാനായിട്ടുണ്ടെങ്കിൽ അത് ദൈവസ്നേഹം ഒന്ന് മാത്രമാണ്. 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ എന്ന് പറയും. ഇത്രയും എഴുതിയ ശേഷം ഈ സഹോദരിക്ക് എഴുതി അറിയിക്കുകയാണ്, യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകൻ എന്ന് പ്രയോഗിക്കുകയാണ്. നമുക്കറിയാം, ആദിമസഭ പലവിധമായിരിക്കുന്ന ദുരുപദേശങ്ങൾ കൂടി കടന്നു പോയിട്ടുണ്ട്. ദുരുപദേശങ്ങൾ സഭ അഭിമുഖീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിക്കുകയുണ്ടായി. പ്രധാനമായിട്ടും 3 ഗ്രൂപ്പുകൾ സഭാ അന്തരീക്ഷത്തിൽ കടന്നു വന്ന് സഭയെ വളരെയധികം ദ്രോഹിക്കുകയുണ്ടായി. ഒന്ന് നോസ്റ്റിസിസം നാം ചിന്തിക്കുകയുണ്ടായി. അതായത് ജ്ഞാനവാദം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ടീച്ചിങ്. അതായത് യേശുക്രിസ്തുവിൻ്റെ സ്നാന സമയത്ത് ക്രിസ്തു അവൻ്റെ മേൽ വരുന്നു, ക്രൂശീകരണ സമയത്ത് ക്രിസ്തു അവനിൽ നിന്ന് അപ്രത്യക്ഷമായി തീർന്നു. അവർ പഠിപ്പിക്കുന്നത് ആത്മാവ് നല്ലതായിരിക്കുന്നു, ജഡം മോശമാണ്. അതുകൊണ്ട് ജഡം മോശമായിരിക്കുന്നതുകൊണ്ട്, ശരീരം മോശമായിരിക്കുന്നതുകൊണ്ട് ശരീരത്തിന് വേണ്ടതായിരിക്കുന്ന എല്ലാ നിലയിലും അതിനെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളതായിരിക്കുന്ന ഒരു ദുരുദ്ദേശ സഭയിൽ കടന്നു വന്നു. അത് സഭാന്തരീക്ഷം മലിനമായി തീർന്നു. രണ്ടാമത് ഡൊസറ്റിസം എന്ന് പറയുന്ന ഗ്രൂപ്പ് സഭയിൽ കടന്നു വന്നു. ഇവർ പഠിപ്പിച്ചത് യേശുവിന് ഒരു യഥാർത്ഥ പ്രവൃത്തിയുള്ള ശരീരം ഉണ്ടായിരുന്നില്ല, ലിറ്ററൽ ശരീരം ഉണ്ടായിരുന്നില്ല. കേവലം പ്രത്യക്ഷപ്പെടലുകൾ മാത്രമായിരുന്നു, ക്രിസ്തു പ്രത്യക്ഷപ്പെടലുകൾ മാത്രമായിരുന്നു ഇവരുടെ ഉപദേശം എന്ന് പറയുന്നത്. ഇവർ പറയുന്നത് യേശു ക്രിസ്തു വേറെ ഒരു ഫാൻഡം മാത്രമായിരുന്നു, ഒരു പ്രത്യക്ഷപ്പെടൽ മാത്രമായിരുന്നു, മായാരൂപിയായിരുന്നു എന്നാണ് അവർ പഠിപ്പിച്ചത്. ഇതൊക്കെ 2-ാം നൂറ്റാണ്ടിലുണ്ടായിരിക്കുന്ന ഉപദേശങ്ങളാണ്. മൂന്നാമത്തെ ഒരു ഉപദേശം പറയുന്നത് സെരിന്ത്യനിസം എന്ന് പറയുന്ന ഉപദേശം നാം പഠിക്കുകയുണ്ടായി. ഇവർ പഠിപ്പിക്കുന്നത് സ്നാന സമയത്ത് ക്രിസ്തു യേശുവിൽ വരുന്നു, ക്രൂശീകരണ സമയത്ത് ക്രിസ്തു അവരിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇവരും ഏകദേശം നോസ് പഠിപ്പിക്കുന്നവർ തന്നെയാണ്. ഇത് 3 വളരെ ഭയാനകമായിരിക്കുന്ന ദുരുദ്ദേശങ്ങളാണ് സഭയിൽ കടന്നു വന്നത്. ഇവരെല്ലാം തന്നെ യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവരെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാരായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും ചോദ്യം ചെയ്യുന്നു. അവരെയാണ് യോഹന്നാൻ പറയുന്നത് യേശുക്രിസ്തു ജഡത്തിൽ വന്നു സ്വീകരിക്കാത്ത വഞ്ചകന്മാർ എന്ന് യോഹന്നാൻ ഇവിടെ പറയും. അതേ തുടർന്ന് പിൽക്കാലത്ത് 18-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു വരുമ്പോൾ മോർമോണിസം, യഹോവ സാക്ഷികൾ, ഇവരെല്ലാം അതിൻ്റെ പിന്തുടർച്ചയായിട്ട് വന്നിരിക്കുന്ന നിർദ്ദേശങ്ങളാണ്. ഇതൊക്കെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും തിരസ്കരിക്കുന്ന ഗ്രൂപ്പുകളാണ്. അപ്പോൾ യേശുക്രിസ്തു ഒരിക്കലും ജഡത്തിലോട്ട് വന്നവനല്ല, മറിച്ച് കർത്താവ് ജഡമെടുത്ത് വന്നവനാണ്. നോട്ട് കെയിം ഇൻ ടു ദ ഫ്ലഷ് ബട്ട് കെയിം ഇൻ ഫ്ലഷ്. ജഡത്തിലോട്ട് കർത്താവ് വന്നവനല്ല, മറിച്ച് ജഡമെടുത്ത് കർത്താവ് ഭൂമിയിൽ വന്നവനാണ്. അപ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്നത്, അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു മനുഷ്യനും ദൈവവുമായിരുന്നു എന്ന സത്യം ചിലർക്ക് അംഗീകരിക്കുവാനായിട്ട് പറ്റുന്നില്ല. ഒരേ സമയത്ത് ദൈവവുമായിരുന്നു, ഒരേ സമയത്ത് മനുഷ്യനുമായിരുന്നു. 100% ദൈവവും 100% കർത്താവ് മനുഷ്യനുമായിരുന്നു. ഈ സത്യമാണ് ഈ പറയുന്ന ഗ്രൂപ്പുകൾക്ക് മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും പറ്റാത്തായിരിക്കും വിഷയം. ക്രിസ്തു സദാകാലവും പൂർണ്ണ മനുഷ്യനും സദാകാലവും പൂർണ്ണ മനുഷ്യനുമായി തുടരുകയാണ്. ഇന്നത്തെ കർത്താവിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. പാപമൊഴികെ ബാക്കി എല്ലാ നിലയിലും നമുക്ക് സമാനമായിരുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. മനുഷ്യനെപ്പോലെ തന്നെ മനുഷ്യനെ ജഡമെടുത്ത് ഭൂമിയിൽ കടന്നു വന്ന കാര്യം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. ഈ സത്യമാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ പരമപ്രധാനമായ ഉപദേശം എന്ന് പറയുന്നത്. ഈ ഉപദേശത്തെയാണ് ഇവരെ തിരസ്കരിച്ചത്. അങ്ങനെയുള്ളവരെ യോഹന്നാൻ പറയുകയാണ്, വഞ്ചകന്മാർ പുറപ്പെട്ടിരിക്കുന്നു, അവരെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് യോഹന്നാൻ അവിടെ ഓർപ്പിക്കുക. ആ കാലത്തുമുണ്ട്,
ഈ കാലത്തുണ്ട്. എല്ലാ കാലഘട്ടങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും ചോദ്യം ചെയ്തിരിക്കുന്നവരെ കാണാൻ കഴിയുന്നുണ്ട്. ഇവരെ ബൈബിൾ പറയുന്നത്, യോഹന്നാൻ പറയുന്നത് ഇവരാരാണ്? വഞ്ചകന്മാർ, ജനത്തെ വഞ്ചിക്കുന്നവർ എന്നാണ്, അഥവാ വഴിതെറ്റിക്കുന്നവർ എന്നാണ് യോഹന്നാനോട് പറയുക. അവരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം എന്ന് ഓർപ്പിക്കുകയാണ്. 8-ാം വാക്യത്തിൽ ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവിൻ. വളരെ ശ്രദ്ധിക്കേണ്ടായിരിക്കുന്ന വാക്യമാണ് 8-ാം വാക്യം. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് ഇവരെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വിധത്തിലും സഭയിൽ കടന്നുകൂടിയിരിക്കുന്ന ദുരുപദേഷ്ടന്മാരുമായി യാതൊരു കോംപ്രമൈസും നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല. ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകരുത് എന്ന് യോഹന്നാൻ ശക്തമായി ഓർപ്പിക്കുകയാണ്. കാരണം സുവിശേഷകന്മാരും അപ്പോസ്തലന്മാരും പഠിപ്പിച്ച ഉപദേശങ്ങളെ വിട്ട് ഒരു കാരണവശാൽ നിങ്ങൾ പിന്തിരിവാനായിട്ട് പാടില്ല. നിങ്ങൾ പ്രാപിച്ചായിരിക്കുന്ന അപ്പോസ്തലിക ഉപദേശത്തെ വിട്ട് ഒരു കാരണവശാലും വഞ്ചകന്മാരുടെ കെണിയിൽ പെട്ടുപോകാൻ പാടില്ല. ഇവരുടെ കെണിയിൽ നിങ്ങൾ വീണു പോകാതെ ഓർപ്പിക്കുകയാണ്. കാരണം നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് യാത്ര ചെയ്ത് കഴിഞ്ഞു, മുമ്പോട്ട് യാത്ര പോയി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ദൈവരാജ്യത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്, കർത്താവിനെ കാണുവാനായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒത്തിരി യാത്ര ചെയ്തിരിക്കുകയാണ്. ഇനിയും അറിഞ്ഞ സത്യത്തെ അവഗണിച്ചുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഒരിക്കലും പിന്മാറിപ്പോകരുത് എന്ന ധൈര്യത്തോടെ മുമ്പോട്ട് പോകണമെന്നവരെ ഓർപ്പിക്കുകയാണ്. അങ്ങനെ പോകുന്നുവെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചതും കഷ്ടപ്പെട്ടതും വൃഥാവായി തീരുകയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ കർത്താവിന് വേണ്ടി ചെയ്തതിനും ധന്യമായ ക്രിസ്തീയ ജീവിതം നയിച്ചതിനും തക്കതായ പ്രതിഫലം പ്രാപിക്കുവാൻ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ വഞ്ചകന്മാരുടെ കെണിയിൽപ്പെട്ട് ഒരു വിശ്വാസത്യാഗം സംഭവിച്ചു കഴിഞ്ഞാൽ ദുരിതശക്കന്മാരുടെ ഇടയിൽ ജീവിച്ച് അവരുമായി ഇടകലർന്ന് സഹകരിച്ച് കോംപ്രമൈസ് തയ്യാറായാൽ നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന നല്ല പ്രതിഫലങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? നഷ്ടമാവും. ആത്മാവ് നഷ്ടപ്പെടുന്നതല്ല, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നല്ല പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും വിശ്വാസ ബന്ധത്തിൽ സത്യത്തോടുള്ള ഉപദേശ ബന്ധത്തിൽ ഒരു കോംപ്രമൈസ് നിങ്ങൾ തയ്യാറാകാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തരുത് എന്ന് യോഹന്നാനോട് ഓർപ്പിക്കുകയാണ്. 9-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും. യോഹന്നാൻ ഓർപ്പിക്കുന്നത് ശ്രദ്ധിച്ച്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും എന്തില്ല? ദൈവം ഇല്ല. ഉപദേശം നിൽക്കുന്നവന് ആരുണ്ട്? ദൈവവുമുണ്ട്, പിതാവും പുത്രനുണ്ട് എന്ന് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു പ്രത്യേക പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നിങ്ങൾ മുമ്പിലോട്ട് പോയിരിക്കുന്നവരാണ്, അവർ മുമ്പോട്ട് യാത്ര ചെയ്തിരിക്കുകയാണ്. ഇവിടെ പറയുന്ന ക്രിസ്തുവിൻ്റെ ഉപദേശം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ക്രിസ്തു പഠിപ്പിച്ചതായ ഉപദേശമായിരിക്കാം, അതല്ല എങ്കിൽ ക്രിസ്തുവിനെ പറ്റിയുള്ള ഉപദേശമായിരിക്കാം. രണ്ടും ആകാം. ഇവിടെ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ എന്ന് പറയുമ്പോൾ എന്താണ് ക്രിസ്തുവിൻ്റെ ഉപദേശം? ക്രിസ്തുവിൻ്റെ ഉപദേശം ക്രിസ്തു നേരിട്ട് പഠിപ്പിച്ച ഉപദേശമായിരിക്കാം, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പറ്റി അപ്പോസ്തലന്മാർ പഠിപ്പിച്ചായിരിക്കുന്ന ഉപദേശമാകാം. ഇത് രണ്ടുമാകാം. അതിർ കടന്നു പോകുന്നവർ, ഈ ഉപദേശത്തെ വിട്ട് അതിർ കടന്നു പോകുന്നവർ അഥവാ ദുരുപദേശക്കാർ വചനത്തിൻ്റെ ഉപദേശത്തിൻ്റെ പരിധിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുവാൻ അവരിഷ്ടപ്പെടുന്നില്ല. എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നതായി നിൽക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർ തെറ്റായിട്ടുള്ള വ്യാഖ്യാനം നൽകി ജനത്തെ പഠിപ്പിക്കുന്നു. പലതുമായിരിക്കുന്ന രീതിയിലാണ് വചനങ്ങൾ അവരെ പഠിപ്പിക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകളാണ് അവരുടെ ഉള്ളത്. അവർ വളരെ അതിർ കടന്നു പോവുകയാണ്. ദൈവം വച്ചിരിക്കുന്ന ഉപദേശങ്ങളുടെ അതിർ കടന്നു പോവുകയാണ്. അതിർ കടന്നു പോകുന്നവർക്ക് ആരില്ല? ദൈവം ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇവർ
അതിർ വരുമ്പോഴെല്ലാം ലംഘിച്ച് കടന്നു പോയിരിക്കുന്നു. ഇവർക്ക് ദൈവം ഇല്ല എന്ന് പറയുക. അതിൻ്റെ അർത്ഥം പറയുമ്പോൾ ക്രിസ്തു പഠിപ്പിച്ചതും ക്രിസ്തുവിനെ പറ്റി അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുമായ സത്യ ഉപദേശങ്ങളുടെ പരിധിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാത്തവർക്ക് ആരില്ല? ദൈവം ഇല്ല എന്നാണ് പറയുന്നത്. ദൈവം ഇല്ല എന്നതിൻ്റെ അർത്ഥം അവർക്ക് ദൈവമായ സംസർഗമില്ല എന്നാണ്. അതായത് അതിൻ്റെ അർത്ഥം ഹി ഈസ് ഔട്ട് ഓഫ് ടച്ച് വിത്ത് ഗോഡ്. ദൈവമായിട്ട് യാതൊരു ബന്ധമോ കൂട്ടായ്മ ഇല്ലാത്തവരെന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം ഇല്ല എന്ന് പറയുന്നത്. ഉപദേശം നിൽക്കുന്നവന് ആരുണ്ട്? ദൈവം ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈസ് ഇൻ ടച്ച് വിത്ത് ഗോഡ്. അവന് ദൈവമായിട്ട് കൂട്ടായ്മ ഉണ്ട് എന്നുള്ളതാണ്. ദൈവവുമായിട്ട് സംസർഗം ഉണ്ട് എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 14:23 വായിക്കുന്നുണ്ട്, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവൻ എന്താണ്? എൻ്റെ വചനം പ്രമാണിക്കുന്നു, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരിക്കുന്ന വചനങ്ങൾ നിങ്ങൾ പാലിക്കും. അപ്പോൾ കർത്താവ് പഠിപ്പിച്ചായിരിക്കുന്ന ഉപദേശത്തിൽ നിൽക്കുന്നവർക്ക് ദൈവമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുകയാണ്. 10-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ, ഒരുത്തൻ ഈ ഉപദേശം കൊണ്ട് അല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവന് വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുകയും. അപ്പോസ്തലന്മാർ പറഞ്ഞു തന്ന അഥവാ കർത്താവ് നേരിട്ട് പഠിപ്പിച്ച ഉപദേശം, അല്ലെ അപ്പോസ്തലന്മാർ ക്രിസ്തുവിനെ പറ്റി പഠിപ്പിച്ച ഉപദേശം അല്ലാതെ വേറെ ഉപദേശം കൊണ്ട് ആര് വീട്ടിൽ വന്നാലും എന്ത് ചെയ്യാൻ പാടില്ല? അവരെ കൈക്കൊള്ളുവാനായിട്ട് പാടില്ല. അവനുമായിട്ട് കുശലം പോലും പറയാനായിട്ട് പാടില്ല. ശക്തമായ മുന്നറിയിപ്പാണ് യോഹന്നാൻ നൽകുന്നത്. യോഹന്നാൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഗ്രീക്ക് റോമൻ ലോകത്തിൽ നിരവധി തത്വചിന്തകന്മാരുണ്ടായിരുന്നു, മത അധ്യാപകരുണ്ടായിരുന്നു. ഇവർ സാധാരണ ചെയ്യുന്ന യാത്ര ചെയ്ത് ഒന്ന് ഭവനങ്ങളിൽ പാർക്കും, ധാരാളം ആൾക്കാരുടെ ഭവനങ്ങളിൽ പാർത്ത് അവരുമായിട്ട് സംഭാഷിക്കും, താത്വിക ചിന്തകൾ പങ്കുവയ്ക്കും. സുവിശേഷകന്മാരുണ്ടായിരുന്നു, സഞ്ചരിക്കുന്ന സുവിശേഷകന്മാരുണ്ടായിരുന്നു. അവർ അവരുടെ ചെന്ന് വചനം പഠിപ്പിക്കും, പ്രാർത്ഥിക്കും, വീടുകൾ അവർക്കായി തുറന്നു കൊടുക്കും. ഇങ്ങനെ യാത്ര ചെയ്തു വരുന്ന ധാരാളം അധ്യാപകരുണ്ടായിരുന്നു. സഞ്ചാര സുവിശേഷകന്മാർ, സഞ്ചരിക്കുന്ന തത്വചിന്തകന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ക്രിസ്തീയ വിശ്വാസികളിടയിലും ഇങ്ങനെ സഞ്ചരിച്ചു വരുന്ന, യാത്ര ചെയ്തു വരുന്ന, നടന്നു വരുന്ന സഞ്ചാര സുവിശേഷകന്മാരുണ്ടായിരുന്നു, അധ്യാപകരുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ വീടുകൾ അവർക്കായി ഒരുക്കപ്പെടുകയും അവർ വീട്ടിൽ കടന്നു വന്ന് അവരോടുകൂടി സംഭാഷിച്ച് വചനത്തിൽ പൊരുളുകൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ആശയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അവരെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത യോഹന്നാൻ്റെ കാലഘട്ടങ്ങളുണ്ടായിരുന്നു, ബൈബിൾ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഭൂരിഭാഗ സന്ദർഭങ്ങളിലും അങ്ങനെ വരുന്നവർ ആത്മീയ കാര്യങ്ങൾ പരസ്പരം പങ്കുവച്ച് പ്രാർത്ഥിച്ച് ആദ്യത്തെ മര്യാദയൊക്കെ സ്വീകരിച്ച് സൽക്കരിച്ച് പോകുന്ന ഒരു പ്രത്യേകതയായിരുന്നു ഉണ്ടായിരുന്നു. എന്നാൽ യോഹന്നാനോട് ഓർപ്പിക്കുന്നത്, ഈ ഉപദേശം ഞങ്ങൾ പറഞ്ഞു തന്ന ഉപദേശമല്ലാതെ, അപ്പോസ്തലന്മാരിൽ കൂടി ലഭിച്ച ഉപദേശമല്ലാതെ വേറെ ഏതെങ്കിലും ഉപദേശമായി വരുന്നവരെ ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടിൽ കൈക്കൊള്ളാൻ പാടില്ല. വേറെ ഉപദേശം എന്ന് പറയുമ്പോൾ ആ കാലത്ത് നോസിസിസം, ഡൊസറ്റിസിസം, സെറിന്ത്യനിസം, ഇതാണ് പ്രധാനപ്പെട്ടായിരിക്കുന്ന 3 ദുരുദ്ദേശങ്ങൾ. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ആരെങ്കിലും നിങ്ങളുടെ ഭവനത്തിൽ വന്നാൽ, ഇങ്ങനെയുള്ളവരാരും തിരിച്ചറിഞ്ഞാൽ ഒരു കാരണവശാലും അവരെ കൈക്കൊള്ളുകയോ അവരെ സ്വീകരിക്കുകയോ അവരോടുകൂടി കുശലം പറയുവാനായിട്ട് പോലും തയ്യാറാകാൻ പാടില്ല. അവരെ വീട്ടിൽ ഒരു കാരണവശാലും സ്വീകരിക്കരുത് എന്ന് യോഹന്നാനോട് പറയുക. ഇവിടെ യോഹന്നാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വനിതയോട് പറയുന്നത്, ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ ഉപദേശത്തെയും ക്രിസ്തു പഠിപ്പിച്ച ഉപദേശത്തെയും തിരസ്കരിക്കുന്നവരുമായിട്ട് യാതൊരു കൂട്ടായ്മ നിങ്ങൾക്കുണ്ടാകാനായിട്ട് പാടില്ല എന്ന് പറയുകയാണ്. വില്യം ബാർക്ലേ എന്ന് പറയുന്ന പ്രശസ്തനായിരിക്കുന്ന ഒരു കമൻ്ററി എഴുതിയിരിക്കുന്ന ഒരു ദേവദാസനുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഐറേനിയസ് എന്ന് പറയുന്ന ഗ്രീക്ക് ബിഷപ്പ്
എഴുതിയായിരിക്കുന്ന ഒരു എഗെയിൻസ്റ്റ് ഹെരസീസ് എന്ന പുസ്തകത്തെപ്പറ്റി വില്യം ബാർക്ലേ പറയുന്നു. ഐറേനിയസ് എഴുതിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേരാണ് എഗെയിൻസ്റ്റ് ഹെരസീസ്, അതായത് ദുരുദ്ദേശങ്ങൾക്ക് എതിരായി എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ നിന്നും വില്യം ബാർക്ലേ ഉദ്ധരിക്കുന്ന ഇപ്രകാരമാണ്. അതായത് മാർഷ്യൻ എന്നു പേരുള്ളായിരിക്കുന്ന മനുഷ്യൻ ദുരുദ്ദേശം പഠിപ്പിക്കുന്നതിൽ കുപ്രസിദ്ധി അറിയിച്ച മനുഷ്യനായിരുന്നു. ഒരിക്കൽ ഈ മാർഷ്യൻ ഇങ്ങനെ തെരുവിൽ കൂടി നടന്നു പോകുമ്പോൾ സഭാപിതാവായിരുന്ന പോളികാർപ്പിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. പോളികാർപ്പിനെ കണ്ടപ്പോൾ മാർഷ്യൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. മാർഷ്യൻ ചോദിച്ചു, പോളികാർപ്പിനോട് ചോദിച്ചു. ഉടനെ പോളികാർപ്പ് പറഞ്ഞ മറുപടി, തീർച്ചയായിട്ടും നിന്നെ ഓർക്കുന്നുണ്ട്, നീ സാത്താൻ്റെ ആദ്യജാതനല്ലേ എന്ന് ചോദിച്ചു. നീ സാത്താൻ്റെ ആദ്യജാതനല്ലയോ എന്ന് ചോദിക്കുക. നീ ഓർക്കുന്നുണ്ട്, നീ സാത്താൻ്റെ ആദ്യജാതനല്ലെന്ന് ചോദിക്കുക. അതേ പുസ്തകത്തിൽ തന്നെ ഐറേനിയസ് വേറൊരു കാര്യം പറയുന്നുണ്ട്. ഒരിക്കൽ യോഹന്നാന് സെരിന്തസ് എന്ന് പറയുന്ന മനുഷ്യനെ എഫസോസിലെ ഒരു ബാത്ത് ഹൗസിൽ വെച്ച്, ഒരു പൊതു കുളിപ്പുരയിൽ വെച്ച് കണ്ടുമുട്ടി. എഫസോസിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് ഈ സെരിന്തസ് പ്രാപിക്കുന്ന മനുഷ്യൻ ഇവിടെ കുളിക്കുവാനായിട്ട് കിടന്നു. അങ്ങനെ യോഹന്നാനും അവിടെ പൊതു കുളിപ്പുരയിൽ കുളിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഈ സെരിന്തസ് എന്ന് പറയുന്ന ദുരുദ്രഷ്ടാവിനെ അവിടെ വെച്ച് കണ്ടു. ഉടനെ യോഹന്നാൻ കൂടെ ഉണ്ടായ ശിഷ്യന്മാരോട് പറയുകയാണ്, വേഗം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കെട്ടം മുഴുവൻ ഇടിഞ്ഞ് നമ്മുടെ തലയിൽ വീഴും, കാരണം ദുരുദ്ദേശക്കാരനകത്ത് ഉണ്ടിട്ടു, അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടുള്ളതാണ്. ഇതായിരുന്നു അപ്പോസ്തലന്മാരുടെ ദുരുദ്ദേശക്കന്മാരുടെയൊക്കെ സമീപനം. അവരെ കണ്ടാൽ യാതൊരു വിധത്തിലും വന്ദനം ചെയ്യുകയോ അവരെ സ്വീകരിക്കുകയോ സൽക്കരിക്കുകയോ ചെയ്യുന്ന രീതി അപ്പോസ്തലന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് യോഹന്നോട് ഓർപ്പിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങളുടെ വീടുകളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും അപ്പോസ്തല ഉപദേശങ്ങളും തിരസ്കരിക്കുന്ന ഒരു മനുഷ്യനെ പോലും സ്വീകരിക്കാനായിട്ട് പാടില്ല എന്ന് കൂടി ഓർപ്പിക്കുക. ഇതേ സമീപനമായിരുന്നു ആദിമ സഭാപിതാക്കന്മാരും ആദിമ സഭയും സ്വീകരിച്ചു വന്നിരിക്കുന്നു. 11-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ, അവന് കുശലം പറയുന്നവർ അവൻ്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ എന്ന് പറയും. അവരോടുകൂടി നിങ്ങൾ കുശലം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ദുരുദ്ദേശങ്ങളെ നിങ്ങൾ സമ്മതിക്കുന്നു, അവർ ദുഷ്പ്രവൃത്തികളെ നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് വരും. അതുകൊണ്ട് യോഹന്നാൻ പറയുകയാണ്, ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ യോഹന്നാൻ്റെ ഉപദേശവും പൗലോസും ക്രിസ്തുവും പറഞ്ഞ ഇതേ സമീപനമാണ്. അവരുടെ സമീപനം ഇത് തന്നെയായിരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുണ്ടായി, മത്തായി സുവിശേഷം 7:15 ഇപ്രകാരം വായിക്കുന്നുണ്ട്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ എന്ത് ചെയ്യുന്നു, ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കയറുന്ന ചെന്നായ്ക്കൾ എന്ന് പറയാറ് കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. ദുരുദ്ദേശക്കാരെ പറ്റി കർത്താവ് പറഞ്ഞ. യോഹന്നാന്റെ സുവിശേഷം 10:1 വായിക്കുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി വരുന്നവർ ആരാണ്? കള്ളനും കവർച്ചക്കാരനും ആകും. യോഹന്നാൻ 10:10 വായിക്കുന്നത്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല എന്ന് പറയും. അപ്പോസ്തലപ്രവൃത്തി 20:29 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ വരും എന്ന് ഞാൻ അറിയും. അപ്പോൾ അപ്പോസ്തലന്മാരും കർത്താവും യോഹന്നാനും ഒക്കെ ഈ ദുരുദ്ദേശക്കാരെ പറ്റി അന്ന് അവരുടെ പുസ്തകങ്ങളിൽ പറയുക, അവരുടെ പ്രഭാഷണത്തിൽ പറയുകയാണ്. അപ്പോൾ ഈ ഭാഗം ചിന്തിച്ചു വരുമ്പോൾ ക്രിസ്തുവിനെയും അവൻ്റെ ഉപദേശങ്ങളെ തിരസ്കരിക്കുന്നതിനുമായി അഥവാ ക്രിസ്തുവിൻ്റെ ശത്രുക്കളുമായിട്ട് യാതൊരു കൂട്ടായ്മയും ഒരു കുശലം പോലും പാടില്ല എന്ന് യോഹന്നാനോട് ഓർപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ, അവരുമായിട്ട് നമ്മൾ സഹകരിക്കുന്നുവെങ്കിൽ, അവരുമായിട്ട് സംസർഗം പുലർത്തുന്നുവെങ്കിൽ, അവരുമായിട്ട് സംസാരിക്കുവാൻ തുനിയുന്നുവെങ്കിൽ യോഹന്നാൻ ഓർപ്പിക്കുന്നത്, ഇങ്ങനെ ചെയ്താൽ നാം അവരെയും അവരുടെ ഉപദേശങ്ങളെയും സ്വീകരിക്കുന്നതിന് തുല്യമാണ്. അവിടെ ചതിയിൽ നിങ്ങൾ പെട്ടുപോകും എന്ന് പറയുക. ഇവർ ആരാണ്?
ഇവർ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും ക്രിസ്തുവിൻ്റെ ദൈവത്വവും തിരസ്കരിക്കുന്നവരായിരിക്കുന്നവരാണ്. അവരുമായിട്ട് ചങ്ങാത്തം പാടില്ല എന്ന് ശക്തമായിട്ട് യോഹന്നാൻ ഇവരെ ഓർപ്പിക്കുകയാണ്. 12-13 വാക്കിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ തൻ്റെ അവസാന കത്തിൻ്റെ അവസാന ഭാഗത്തോട് കടന്നു വരികയാണ്. ഒരുപാട് കാര്യങ്ങൾ യോഹന്നാൻ എഴുതുവാനായിട്ട് ആഗ്രഹമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട്. പക്ഷെ യോഹന്നാൻ പറയുന്നു, കടലാസിലും മഷിയിലും എഴുതുവാനായിട്ട് എനിക്ക് മനസ്സില്ല. വെച്ചാൽ ആഗ്രഹം ഒത്തിരിയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് എഴുതി അറിയിക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ എഴുതി അറിയിക്കുവാനായിട്ട് എനിക്ക് മനസ്സ് വരുന്നില്ല. കാരണം സാഹചര്യങ്ങൾ അതാണ്. അതുകൊണ്ട് യോഹന്നാൻ പറയുകയാണ്, വേഗത്തിൽ നിങ്ങളെ മുഖാമുഖമായി കാണുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, മുഖാമുഖമായി കണ്ട് സംസാരിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് യോഹന്നാൻ പറയുകയാണ്. നേരിൽ കണ്ട് സംസാരിക്കുന്നതാണ് ഏറ്റവും സന്തോഷമെന്ന് യോഹന്നാൻ അവിടെ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ യോഹന്നാന് ഒന്നുകിൽ ഈ സഹോദരിയുമായിട്ടോ അല്ലെങ്കിൽ സഭയുമായിട്ടോ ഉള്ള യോഹന്നാൻ്റെ അഭേദ്യമായിരിക്കുന്ന ബന്ധം, അദ്ദേഹത്തിൻ്റെ ആ സ്നേഹം, ആ കരുതൽ എത്രമാത്രം ആഴമേറിയതാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാം. ഇവിടെ യോഹന്നാൻ ഓർപ്പിക്കുന്ന വിഷയം, പ്രധാനപ്പെട്ട വിഷയം 8-ാം വാക്യമാണ്. ഒരു കാരണവശാലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകാനായിട്ട് പാടില്ല. ഞങ്ങളുടെ പ്രയത്നം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നിങ്ങൾ തന്നെ സൂക്ഷിച്ചു. അപ്പോൾ നമുക്കായിട്ട് കർത്താവ് പ്രതിഫലങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നാം വീക്ഷിക്കണം. ആരുമായിട്ടാണ് നമുക്ക് കൂട്ടായ്മ? ഇങ്ങനെയുള്ളവരുമായ കൂട്ടായ്മ കൂടി അവർ പറയുന്നത് യേശു വെച്ച് മുമ്പോട്ട് പോകുന്നുവെങ്കിൽ കർത്താവിൻ്റെ വചനോട് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരുക്കിയിരിക്കുന്ന വലിയ പ്രതിഫലങ്ങളുണ്ട്, അത് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുവാനായിട്ട് പാടില്ല, നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് യോഹന്നാൻ ഓർപ്പിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വാക്യമാണ് ഈ 8-ാം വാക്യം എന്ന് പറയുന്നത്. ഇവിടെ യോഹന്നാൻ എഴുതിയിരിക്കുന്നത്, യോഹന്നാൻ വളരെ സ്നേഹിക്കുന്ന, ആഴമായി സ്നേഹിക്കുന്ന ഒരു ഗ്രൂപ്പിന്, സഭയാകാം, ഒരു സഹോദരി മക്കളുമാകാം, എന്തും ആയിക്കൊള്ളട്ടെ, ആഴമായി സ്നേഹിക്കുന്ന ഗ്രൂപ്പിന് വളരെ ആത്മാർത്ഥമായി എഴുതിയായിരിക്കുന്ന ഒരു കത്താണ്, നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുകയും. അപ്പോൾ ഇന്ന് രാത്രി എനിക്കും നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള അറിയിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മീയ മൂല്യങ്ങളെ, നാം പ്രാപിച്ച സത്യത്തെ, നാം അറിഞ്ഞായിരിക്കുന്ന ആ ഒരു ദൈവസ്നേഹത്തെ നാം മുറുകെ പിടിക്കേണ്ട ആവശ്യമാണ്. നമുക്ക് കൈമാറി വന്നായിരിക്കുന്ന അമൂല്യമായിട്ടുള്ള അപ്പോസ്തലികമായ ഉപദേശങ്ങൾ, അത് കറതേറുന്ന ഉപദേശമാണ്. അതൊരിക്കലും ഒരു അമെൻമെൻറ്റ് വരുത്തേണ്ട ആവശ്യമില്ല, ഒരു അപ്ഡേറ്റേഷൻ്റെ ആവശ്യമില്ല. അതിൽ തന്നെ പൂർണ്ണമാണ്. ക്രിസ്തുവിൻ്റെ ആ ത്യാഗമാണ്, കാൽവരി നടന്നിരിക്കുന്ന സംഭവത്തിന് യാതൊരു എഡിഷൻ്റെ ആവശ്യമില്ല. അത് പൂർണ്ണമാണ്. അറിഞ്ഞായിരിക്കുന്ന സത്യത്തിൽ നാം അടിയുറച്ച് വിശ്വസിച്ച് കർത്താവിനെ സ്നേഹിച്ച് മുമ്പോട്ട് പോകാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കായി ഒരുക്കിയിരിക്കുന്ന പ്രതിഫലങ്ങൾ, അവന് ഒരുക്കിയിരിക്കുന്ന നന്മ പ്രാപിപ്പാൻ നമുക്കിടയായിത്തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് 3 യോഹന്നാൻ ചിന്തിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.